നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ ലീഗ് ഘട്ട നിർണയ നറുക്കെടുപ്പ് ഇന്നലെ നടന്നല്ലോ. അതിൽ നിലവിലെ ചാമ്പ്യന്മാരായ റയൽ മാഡ്രിഡിനോട് ലീഗ് ഘട്ടത്തിൽ ഏറ്റുമുട്ടാൻ പോകുന്ന ടീമുകൾ ആരൊക്കെയാണ്? റയൽ ഒരിക്കൽ കൂടി കിരീടം ലക്ഷ്യം വെക്കുന്നുണ്ട്. ശരിയാണ്, ലാലിഗയിൽ പതിഞ്ഞ തുടക്കവ, അത് നോക്കണ്ട. കാരണം UCL റയൽ എപ്പോഴും വേറെ ലെവലാവാറുണ്ട്. ഇതവണ കിലിയൻ എംബാപ്പെ കൂടി ചേരുമ്പോൾ വലിയ പ്രതീക്ഷകൾ അവർക്കുണ്ട്. റയലിൻ്റെ എതിരാളികൾ ആരൊക്കെയാണെന്ന് നോക്കാം. ഇത്തവണത്തെ UCL ഒരു രീതി എന്ന് പറയുന്നത് 36 ടീമുകൾ പങ്കെടുക്കുന്ന ഒരു വലിയ ലീഗ്. അതിൽ ആദ്യത്തെ 8 ടീമുകൾ നേരിട്ട് റൗണ്ട് ഓഫ് 16 പോകുന്ന രീതിയായിരിക്കും. പിന്നെ 9 മുതൽ 24 വരെ സ്ഥാനത്തുള്ളവർ ഒരു നോക്കൗട്ട് പ്ലേ ഓഫ് കളിച്ച് അതിൽ വിജയിക്കുന്ന ടീമുകളും റൗണ്ട് ഓഫ് 16 പോകും. പിന്നീട് സാധാരണ പോലെ റൗണ്ട് ഓഫ് 16, ക്വാർട്ടർ ഫൈനൽ, സെമി ഫൈനൽ, ഫൈനൽ. അപ്പോൾ ലീഗ് ഘട്ടത്തിൽ ഓരോ ടീമുകളും 8 ടീമുകളോടാണ് ഏറ്റുമുട്ടേണ്ടത്. റയലിന് ഏറ്റുമുട്ടാനുള്ള 8 ടീമുകൾ ആരൊക്കെയാണ്? ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം 4 മത്സരങ്ങൾ ഹോം മത്സരവും 4 മത്സരങ്ങൾ എവേ മത്സരവുമായിരിക്കും. റയലിന് ബൊറൂസിയ ഡോട്ട്മുണ്ടുമായിട്ട് കളിയുണ്ട്. അത് ഹോം മത്സരമാണ്. നല്ലൊരു പോരാട്ടം കാണാൻ കഴിയുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. പക്ഷേ കളി റയലിൻ്റെ മൈതാനത്താണ്. അവിടെ വെച്ച് അവരെ തോൽപ്പിക്കുക എന്നുള്ളത് BVBക്ക് ബുദ്ധിമുട്ടാകുമെന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ്. പിന്നെ ലിവർപൂളുമായിട്ട് കളിയുണ്ട്. അതൊരു വല്ലാത്ത പോരാട്ടമായിരിക്കും. പക്ഷേ ആ കളി നടക്കുന്നത് ആൻഫീൽഡിലാണ് എന്ന കാര്യവും ശ്രദ്ധിക്കുക. ലിവർപൂളിന് അഡ്വാൻറ്റേജ് ഉണ്ട്. AC മിലാനുമായിട്ട് മത്സരം. 2 യൂറോപ്യൻ പവർ ഹൗസുകൾ തമ്മിലുള്ള പോരാട്ടമാണ്. ലെഗസിയുള്ള 2 ടീമുകൾ തമ്മിലുള്ള പോരാട്ടം, ആഞ്ചലോട്ടിയുടെ 2 ടീമുകൾ തമ്മിലുള്ള പോരാട്ടം. കളി ഹോം മത്സരമാണ്. റയൽ മാഡ്രിഡിന് അഡ്വാൻറ്റേജ് എന്ന് പറയണം. അറ്റലാൻറ്റ അടുത്ത എതിരാളികളാണ്. ഇറ്റാലിയൻ ടീമിനെതിരെ ഇറ്റലിയിൽ പോയിട്ടാണ് കളിക്കേണ്ടത്. സാൽസ്ബർഗിനെതിരെയുള്ള കളി ഹോം മത്സരമാണെങ്കിൽ ലില്ലിക്കെതിരെയുള്ള കളി എവേ മത്സരമാണ്. സ്റ്റുട്ട്ഗാർട്ടാണ് മറ്റൊരു എതിരാളികൾ, അത് ഹോം മത്സരമാണ്. ബ്രസ്റ്റാണ് മറ്റൊരു എതിരാളികൾ, അത് എവേ മത്സരമാണ്. പൊതുവേ റയലിന് അത്ര ബുദ്ധിമുട്ടാണ് എന്ന് പറയാനാവില്ല എന്ന് തന്നെ പറയേണ്ടി വരും. വേഗത്തിൽ, വളരെ എളുപ്പത്തിൽ അവർ ഒരു പക്ഷേ ആദ്യത്തെ ടോപ്പ് 8 തന്നെ ഇടം പിടിച്ചുകൊണ്ട് റൗണ്ട് ഓഫ് 16 കടന്നേക്കും. അതിനുള്ള സാധ്യതകൾ തന്നെയാണ് ഈ ഡ്രോ കാണുമ്പോൾ ആദ്യ നോട്ടത്തിൽ ഫുട്ബോൾ വിദഗ്ധർ പറയുന്നത്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവെത്താം.